കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തുന്നവർ, കൂട്ടിരിപ്പുകാർ എന്നിവർക്കൊക്കെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഓണസദ്യ ഒരുക്കിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വിഭവ സമൃദ്ധമായ ഓണസദ്യയാണ്. ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ, നേതാക്കളൊക്കെ നമുക്ക് ഒപ്പമുണ്ട്. എസ് സതീഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരു 18 വർഷമായി തുടരുന്ന ഒരു ദൗത്യമാണ്. അപ്പോൾ അതങ്ങനെ കൂടുതൽ ശക്തമായി തുടരുന്നു. അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും 18 വർഷമായിട്ട് തുടർച്ചയായിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പൊതിച്ചോറ് നൽകുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, 100 കണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഓരോ ദിവസത്തെയും കഠിനാധ്വാനമാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ ഇവിടെ പൊതിച്ചോറ് എത്തുക. അതിനോടൊപ്പം തന്നെ ആയിരക്കണക്കിന് മനുഷ്യസ്നേഹികളുടെ പിന്തുണയുണ്ട് ഈ മഹത്തായ ഇടപെടലിന് എന്ന് കാണാൻ കഴിയും. എല്ലാ ഓണക്കാലത്തും വിപുലമായ ഓണസദ്യ ഇവിടെ ഒരുക്കാറുണ്ട്. ഇവിടെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത കിടപ്പ് രോഗികളും മറ്റേ ആളുകളും മാത്രമല്ല, ഇതിനോട് സഹകരിക്കുന്ന നിരവധി ആളുകളും കൂടി ഈ ഓണസദ്യയുടെ ഭാഗമായി എത്തിച്ചേരുമെന്നുള്ളതാണ്. വളരെ മാതൃകാപരമായ പദ്ധതിക്ക് നല്ല പിന്തുണ നാട്ടിലാകമാനം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇത് എന്ന് കാണാം. സദ്യയും ഓണക്കാലവും ഒക്കെ ആണെങ്കിലും ഇതിനെ കേന്ദ്രീകരിച്ചുണ്ടായ ചില വിവാദങ്ങളും ചർച്ചകളൊക്കെ ഇതിനിടയ്ക്ക് ഉണ്ട്. അതും പറയാതെ പോയിരിക്കാം. അത് യഥാർത്ഥത്തിൽ ആ വിവാദം ഉന്നയിച്ചവർക്ക് തന്നെ പിൻവലിക്കേണ്ടി വന്നു. അത് ജനങ്ങൾ ഏറ്റെടുത്ത, ജനങ്ങൾ പൊതുവെ സ്വീകരിച്ച ഒരു പദ്ധതിക്കെതിരെ സങ്കുചിത രാഷ്ട്രീയവാദത്തോടെ ഉന്നയിക്കരുത്. ഇതിനേക്കാൾ മികച്ച ഒരു പദ്ധതി ആർക്കെങ്കിലും അവതരിപ്പിച്ച് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങളെല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിവൈഎഫ്ഐ ഒരു മാതൃക കാണിക്കുന്നു. എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിൽക്കുന്നു. ഇതേതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിലുള്ളതല്ല. എത്രയോ കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്ന് ഭക്ഷണം ഞങ്ങൾക്ക് തരുന്നുണ്ട്. എത്രയോ വ്യത്യസ്ത രാഷ്ട്രീയ കുടുംബങ്ങളിൽ നിന്ന് ഭക്ഷണം തരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് പശുക് പറ്റിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നണിയിലുള്ളവർക്ക് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെല്ലാം പരസ്യമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നത് ആരാണെങ്കിലും അത്തരം കാര്യങ്ങളെ പിന്തുണയ്ക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. അത്തരം മാതൃകകൾ കൂടുതലുണ്ടാകട്ടെ, കൂടുതൽ മനുഷ്യത്വപരമായി നമ്മുടെ സമൂഹം ചിന്തിക്കട്ടെ, ഇടപെടാൻ അത് കഴിയട്ടെ. അതെല്ലാം ആണല്ലോ ഓണക്കാലത്തിൻ്റെ കൂടി ഒരു പ്രത്യേകത. മാവേലി മന്നൻ്റെ മനോഹരമായ സങ്കല്പം കൂടി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുന്ന കാര്യങ്ങളെ പിന്തുണയ്ക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഡിവൈഎഫ്ഐയുടെ നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഇതേ രൂപത്തിൽ തന്നെ തീർച്ചയായിട്ടും ഇതിപ്പോൾ ഡിവൈഎഫ്ഐ സംബന്ധിച്ചിടത്തോളം 18ാമത്തെ വർഷമാണ് തുടർച്ചയായിട്ട് ഈ ഓണസദ്യ ഇവിടെ ഒരുക്കുന്നത്. അപ്പോൾ ആശുപത്രിയിലായി പോയ, ഓണാഘോഷം നടത്താൻ കഴിയാതെ പോയ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഓണസമ്മാനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? ഇന്ന് 2500 പേർക്കുള്ള ഭക്ഷണം ഞങ്ങൾ കരുതിയിട്ടുണ്ട്. എത്ര രോഗികളോ കൂട്ടിരിപ്പോ ആരിവിടെ ഉണ്ടെങ്കിലും അവരാരെയും നിരാശരാക്കാതെ അവർക്ക് എല്ലാവർക്കുള്ള ഭക്ഷണം നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഡിവൈഎഫ്ഐയുടെ നേതാക്കളും ഒക്കെയാണ് നമ്മളോടൊപ്പം ചേർന്ന്. നമുക്ക് നിങ്ങളുടെ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ആശുപത്രിയിൽ എത്തുന്ന ആളുകൾക്ക് ഓണസദ്യ കിട്ടുക. അപ്പോൾ പലപ്പോഴും ഓണക്കാലത്ത് ആശുപത്രിയിലാകുന്നു. അപ്പോൾ വിഭവ സമൃദ്ധമായ ഒരു സദ്യ കിട്ടുക എന്ന് പറഞ്ഞാൽ, ചേട്ടാ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സദ്യ എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളി. പ്രതീക്ഷിക്കാത്ത ഒരു ഓണസദ്യ കിട്ടി. നല്ല സദ്യയാണ്. എല്ലാ കറികളും നല്ലതായിരുന്നു. എല്ലാം ഹാപ്പി ഓണം. അപ്പോൾ ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടി കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ സദ്യ കഴിച്ചേച്ചും പോകും. കഴിക്കാതിരിക്കുന്നു. അപ്രതീക്ഷിതമായ ഓണസദ്യയാണോ? അല്ല, ഞങ്ങൾക്ക് അറിയായിരുന്നു എന്തെങ്കിലും ഉണ്ടാവും. ഞങ്ങൾക്ക് അറിയാം. 2 ദിവസം വന്നോണ്ട് ഞങ്ങൾക്ക് അറിയാം ഉണ്ടെന്നുള്ളത് അറിയാം. ഒരു നല്ല കാര്യമാണല്ലേ? ഭക്ഷണം തന്നെ ഇതല്ലെങ്കിൽ പൊതിച്ചോറ് എന്താണേലും നമ്മൾക്കുണ്ട്. ഞങ്ങൾ ആഴ്ചയിൽ 2 ദിവസം വന്നതാ. ഡയാലിസിന് വന്നതാ. അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാറുണ്ട്. 5-8 കൊല്ലമായിട്ട് ഞാനിവിടെ കഴിക്കേണ്ടത് സ്ഥിരമായിട്ട്. അതാണ്, അതായത് ഒരു ആദ്യത്തെ ഒരു കാര്യമല്ല, പൊതിച്ചോറുണ്ട്, അതിനിടയിൽ സദ്യ കൂടി ഒരുക്കുകയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ തന്നെ നേരത്തെ പറഞ്ഞു, ഒരു 2500ഓളം ആളുകൾക്ക് സദ്യ കൊടുക്കാൻ കഴിയും വിധമുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസാണിത്. ഇവിടെ 2 സ്ഥലങ്ങളിലായി, 2 പന്തികളിലായി. അപ്പുറത്തും നമുക്ക് ദൃശ്യത്തിലേക്ക് പോയാൽ അവിടെയും കാണാം. അവിടെയും ഒരു ആളുകൾക്ക് സൗകര്യത്തിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വിഭവസമൃദ്ധമായി സദ്യ ഒരുക്കുക. ഇവിടെ എത്തുന്ന ആളുകൾ പലപ്പോഴും ഓണം ആഘോഷിക്കാൻ ആശുപത്രികളിലൊക്കെ ആയി പോകുമ്പോൾ ഓണം ആഘോഷിക്കുക, സദ്യ കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും അപ്രായോഗികമാണ്. അപ്പോൾ സൗജന്യമായി വിഭവസമൃദ്ധമായ സദ്യ ഇവിടെ എത്തുന്ന, ചികിത്സ തേടി എത്തുന്ന ആളുകളുണ്ട്, കൂട്ടിരിപ്പുകാരുണ്ട്. അങ്ങനെ ഓണക്കാലത്ത് ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾക്ക് ഉറപ്പായും സദ്യ കഴിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും മാതൃകാപരമായ ഒന്നാണ്. അപ്പോൾ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന വലിയ സന്ദേശമാണല്ലോ ഓണം പകരുന്നത്. ആ ഒരു സന്ദേശം ഉറപ്പായും അത് അഭിനന്ദനീയമായ ഒരു മാതൃകയാണ്. മറ്റെന്തെങ്കിലും ഒരു വിവാദത്തിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമുക്കുണ്ടാകാം. പക്ഷേ നന്മ അല്ലെങ്കിൽ നല്ല മാതൃകകളിൽ വ്യത്യസ്ത അഭിപ്രായം നമ്മൾ കാണേണ്ടതില്ല. എല്ലാ വിഭവങ്ങളും ചേർത്ത്, അതായത് സാധാരണ ഒരു സദ്യ എന്ന് പറഞ്ഞാൽ ആ സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും ചേർത്ത് വളരെ ഭംഗിയായി, വളരെ സുന്ദരമായി സദ്യ ഒരുക്കുക, ആളുകൾക്ക് പങ്കുവയ്ക്കുക എന്നത് നൽകുന്നൊരു സന്ദേശം മഹത്തായ സന്ദേശമാണ്. അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. കാരണം ആശുപത്രി കോമ്പൗണ്ടിലേക്ക് എത്തിച്ചേരുക, അവിടെ സദ്യയെന്നല്ല ഭക്ഷണം തന്നെ പ്രയാസകരമാകുന്ന, ചികിത്സ ബുദ്ധിമുട്ടാകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഓണത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ
ചെറിയ കാര്യമില്ല. അപ്പോൾ ഭംഗിയായിട്ട് കാര്യങ്ങൾ പുരോഗമിക്കുന്നു, ഉഷാറായി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഒന്നിട്ട് ഇറങ്ങിക്കൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഓണത്തിൻ്റെ പേരിൽ അസുഖത്തിൻ്റെ പേരിൽ ആശുപത്രിയിൽ അകപ്പെട്ടു പോയ എല്ലാവർക്കും അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ കൂട്ടായ്മ 2008 മുതൽ 9 മുതൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മ ഈ വർഷവും ശക്തമായി തന്നെ 3000-ലധികം വരുന്ന ആളുകൾക്ക് സദ്യ ഒരുക്കിക്കൊണ്ട് ശക്തമായി മുന്നോട്ട് പോകും. അപ്പോൾ അതാണ്. അപ്പോൾ പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായും ആശുപത്രികളിൽ ഈ സമയത്ത് ഓണ സമയത്ത് ആശുപത്രിയിലേക്ക് വരിക. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് നല്ല സദ്യ ഒരുക്കി കൊടുക്കുക, അങ്ങനെ അവരെ കൂടി ഓണ സന്തോഷത്തിൻ്റെ ഭാഗമാക്കുക എന്നതാണ്. അങ്ങനെ തികച്ചും മാതൃകാപരമായ വിഭവസമൃദ്ധമായ സദ്യ എല്ലാവർക്കും ലഭ്യമാക്കും വിധം ഏതാണ്ട് 2500-3000 പേർക്ക് കൊടുക്കാൻ പറ്റും എന്നാണ് ഡിവൈഎഫ്ഐക്കാർ പറയുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ തികച്ചും മാതൃകാപരമായ സന്തോഷകരമായ അല്ലെങ്കിൽ പകർത്തപ്പെടേണ്ട ഒരു മാതൃകയാണ്. അത് തുടരാൻ കഴിയും എന്നാണ് അവർ പറയുന്നത്. എല്ലാ ദിവസവും പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം ഇങ്ങനെ സദ്യ കൂടി കൊടുത്ത് ഇവിടെ പൂക്കളമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ശരിക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകരൊക്കെ ചേർന്ന്. അപ്പോൾ എറണാകുളത്തെ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ, കളമശ്ശേരിയിലെ നേതാക്കളൊക്കെ ചേർന്നാണ് ഇത്തരം ഒരു ദൗത്യം നിർവഹിക്കുന്നത്. അപ്പോൾ തുടർന്ന് വരുന്ന ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഓണസദ്യ കൊടുക്കാൻ കഴിയുന്നതെന്ന് അവർ പറയുന്നു. തികച്ചും മാതൃകാപരമായ കാര്യമാണ്. ആ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ ഒരുപാട് പേർക്ക് കഴിയുകയും ചെയ്യുന്നു. രജീഷ് ചെങ്ങമനാടിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.